ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ജനുവരി ട്രാൻസ്ഫർ ജാലകം അതിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് മാർക്കസ് മർഗുലാവോ ഒരല്പം മുൻപ് നൽകിയിരുന്നു. അതായത് 24 മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തും, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നായിരുന്നു മാർക്കസ് മർഗുലാവോ നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് ക്ലബിലേക്ക് പുതിയ ഒരു താരം വരിക എന്നുള്ളത് മാത്രമല്ല, മറ്റു താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു താരം കൂടി അല്ലെങ്കിൽ ഒന്നിലധികം താരങ്ങൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുൻപ് ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് എന്നാണ് മാർക്കസ് മർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. അത് ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. നോറ ഫെർണാണ്ടസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു. ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ ആ താരം ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇതിനോടകം തന്നെ 8 താരങ്ങൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. ജോഷുവ സോറ്റീരിയോ, സൗരവ് മണ്ഡൽ, ബ്രൈസ് മിറാണ്ട, പ്രബീർ ദാസ്, രാഹുൽ കെ.പി, അലക്സാണ്ട്രെ കോയഫ്, പ്രീതം കോട്ടാൽ, ബിജോയ് വർഗീസ്, ഇങ്ങനെ 8 താരങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരുന്നത്. ദുഷാൻ ലഗാത്തോർ, ബികാഷ് യുമ്നം എന്നിവരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്നോ അതിലധികമോ താരങ്ങൾ ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട്. ഒരു സൈനിങ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.